ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ലോറി ഉടമ മനാഫിനെ സംബന്ധിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചില പ്രമുഖ മാധ്യമങ്ങളിലടക്കം കുറച്ച് വിവാദപരമായ ന്യൂസുകളൊക്കെ വന്നിരുന്നു. അതായത് മനാഫ് ഈ പറഞ്ഞ കണക്ക് ചാരിറ്റി തട്ടിപ്പിനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്, മനാഫിന്റെ കണക്കും കാര്യങ്ങളും, മനാഫിന്റെ ഈ പറഞ്ഞ കണക്ക് ആപ്പ് മുഖേന ചാരിറ്റി നടത്താനുള്ള ശ്രമമൊക്കെ മനാഫ് ഒരു കള്ളനാണെന്നുള്ളതിന്റെ ലക്ഷണമാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള വലിയ രീതിയിലുള്ള പ്രചാരണം വന്നിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനാഫ് എന്ന് പറയുന്ന മനുഷ്യനെ ഒതുക്കാൻ വേണ്ടിയുള്ള വലിയൊരു ശ്രമം ചില മേഖലകളിൽ നിന്നുണ്ടായിരുന്നു. മനാഫിനെ പോലുള്ള ഒരാളെ ഇവിടെ വളർത്തിക്കൂടാ. മനാഫ് എന്ന് പറയുന്ന മനുഷ്യന്റെ നന്മകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ മനാഫിന്റെ നെഗറ്റിവിറ്റി പെരുപ്പിച്ച് കാണിച്ചിട്ട് മനാഫിന് ഈ കിട്ടിയ ഹൈപ്പ് ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിച്ച വലിയൊരു വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു. എക്സാമ്പിൾ ഈ VK ബൈജുവിനെ പോലെയുള്ള ചില ആളുകൾ ഉണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ മനാഫിനെതിരെ വീഡിയോ ചെയ്തിരുന്നു. എന്നാൽ അവർക്കൊക്കെ ഒരു ചെകിട്ടത്തടി എന്ന രീതിയിൽ മനാഫിനെ അമൃത TVയിൽ ആദരം മനാഫിന് ലഭിച്ചിരുന്നു. ആ ഒരു വീഡിയോ ഞാൻ അവസാനം കാണിക്കാം. ഈ പറഞ്ഞ വർഗീയവാദികളുടെയൊക്കെ ചെകിട്ടത്തൊരു അടിയായി വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാം. ഇനി ഈ കഴിഞ്ഞ ദിവസം മനാഫ് പങ്കുവെച്ച 2 വീഡിയോകൾ. ഒന്ന്, മനാഫ് റോഡിൽ നിന്ന് ഒരു വൃദ്ധനെ, അതായത് റോട്ടിൽ പറക്കി നടന്നു പോയൊരു വൃദ്ധനെ ആരോ വണ്ടി ഇടിച്ചതിന് ശേഷം അയാളെ ആരും മൈൻഡ് ചെയ്യാതെ പോയി റോട്ടിൽ വീണ് കിടന്നു. അയാളുടെ ബോട്ടിലെല്ലാം പോയി. വളരെ ദയനീയമായ, ആർക്കും കണ്ടു കഴിഞ്ഞാൽ വിഷമം വരുന്നൊരു കാഴ്ചയാണ്. എന്നാൽ കണ്ടിട്ട് അവിടെ ആരും കാര്യമായിട്ട് മൈൻഡ് ചെയ്തില്ല. മെയിൻ റോഡ് ആയതുകൊണ്ടാവാം ആരും മൈൻഡ് ചെയ്തില്ല. ആ ഒരു കാഴ്ച കണ്ട് മനാഫ് എത്തിയിട്ട് മനാഫ് അവിടെ ചെയ്ത ആ ഒരു പ്രവൃത്തി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഞാൻ പറയാം. എനിക്കറിയോ പറ്റിയിട്ടുണ്ടോ? പറ്റിക്കില്ല സാറേ, ഒന്ന് വണ്ടിയില്ലേ ഒന്ന് കൊണ്ടുപോയിക്കാം. ചെറിയ ഞാൻ വേറെ വൈക്ക് പോവേ. ഇങ്ങോട്ട് പോവാ. ഒന്ന് റോഡിൽ മീന് കിടന്ന ആ സാധനം പോയിട്ടോ. റോഡിൽ വീണ് കിടന്ന വൃദ്ധനെ പിടിച്ചെണീപ്പിക്കുകയും അയാളെ വേണ്ട രീതിയിൽ പരിചരിക്കുകയും അയാളെ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ അയാൾക്ക് ചെറിയ രീതിയിലുള്ള സാമ്പത്തിക സഹായം പരസ്യമായി മനാഫ് കൊടുക്കുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരുപക്ഷേ മനാഫിനെതിരെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഉണ്ടായേക്കാം. കാരണം ഇത് പരസ്യമായി ഇങ്ങനെ ചെയ്ത് വീഡിയോ എടുത്തിട്ട് ഇദ്ദേഹത്തിന് പൈസ കൊടുക്കുന്നതൊക്കെ കാണിക്കുമ്പോൾ തീർച്ചയായും മനാഫ് നടത്തുന്ന ഒരു നാടകമാണ് എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ വ്യാപകമായി പ്രചരിപ്പിച്ചേക്കാം. വലിയ രീതിയിലുള്ള ഒരു സൈബർ ആക്രമണം മനാഫിനെതിരെ ഉണ്ടാവാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. കാരണം ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, മനാഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇദ്ദേഹത്തെ ഒരുപാട് പേര് സമീപിച്ചിരുന്നു ചാരിറ്റിയുമായി ബന്ധപ്പെട്ട്. ഇദ്ദേഹം സ്വർണം എടുത്തു കൊടുക്കണം, അല്ലെങ്കിൽ കല്യാണം നടത്തി കൊടുക്കണം, വീട് പകുതി പണിയായി കിടക്കുന്നു, പാല് കാച്ചണം, അതിനുള്ള സഹായം കൊടുക്കണം, അതുപോലെ തന്നെ ഗൾഫിൽ പോകാൻ സഹായിക്കണം, ചികിത്സയ്ക്ക് വേണ്ടി സഹായിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ വലിയ രീതിയിൽ, അതായത് വലിയ എമൗണ്ട് ആവശ്യമുള്ള രീതിയിലുള്ള സഹായങ്ങൾ ഒരുപാട് പേര് മനാഫിനോട് ആവശ്യപ്പെട്ടിരുന്നു. സോ മനാഫ് നോക്കുമ്പോഴത്തേനും മനാഫിന് അത്രത്തോളം സഹായിക്കാനുള്ള ശേഷി, മനാഫിന് അത്രത്തോളം വൈഡായിട്ട് സഹായിക്കാനുള്ള ശേഷിയില്ല. അതിന് മനാഫ് കൊണ്ടൊരു വഴി ഒരുപക്ഷേ ഈ പറഞ്ഞ ആപ്പിലൂടെ പൈസ, അതായത് ഇത്രയും ആളുകൾ മനാഫിനെ സമീപിക്കുന്നു. സോ അവരോടൊക്കെ നോ പറയുന്നതിലും നല്ലത് തന്നാൽ കഴിയുന്ന രീതിയിൽ സഹായിക്കാമെന്ന് ഒരുപക്ഷെ മനാഫിന് തോന്നിയതായിരിക്കാം. ആ ഒരു തോന്നലിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം മനാഫ് ഈ പറഞ്ഞ കണക്ക് ആപ്പൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചത്. ഇനിയും അത് വിലങ്ങുതടിയായി മനാഫിനെ തന്നെ തിരിഞ്ഞുകുത്തി. എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ മനാഫ് ഈ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെയാണ് ഏറ്റവും നല്ലത്. ഇതിൽ കൂടുതലൊന്നും മനാഫിനെ പോലുള്ളൊരു വ്യക്തി ചെയ്യേണ്ട ആവശ്യമില്ല. മനാഫിന്റെ ആ ഒരു ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് ഒരുപക്ഷെ ഒരു ദൈവതുല്യനായി മനാഫിനെ മാറ്റുന്നത്. അതിനുശേഷം മറ്റൊരു കാര്യം കൂടെ മനാഫ് ഇന്നലെ ചെയ്തിരിക്കുന്നു. അതായത് മനാഫിനൊരു കോൾ വരുന്നു. നമുക്കറിയാം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നവർ ആരും ഉണ്ടാവില്ല. ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ആൾക്കാരും, കേരളത്തെ സംബന്ധിച്ച് ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ആൾക്കാർ വളരെ വിരളമാണ്. അതായത് ഓൾമോസ്റ്റ് എല്ലാവരും ഈ പറഞ്ഞ കുഴിമന്തിയും അൽഫാമും ഒക്കെ കഴിച്ചിട്ട്
വളരെ സുഖലോലുവായി കഴിയുന്ന ആൾക്കാരാണ്, വളരെ വിരളമായിട്ടുള്ള ആൾക്കാരാണ് ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നത്. സോ ആ ഒരു അവസ്ഥയിൽ പെട്ടെന്ന് മനാഫിനെ തേടി ഒരു കോള് വരുന്നു. ഭക്ഷണം പോലും ഇല്ലാത്തൊരവസ്ഥ. അതായത് ഈ പറയപ്പെടുന്ന കുടുംബത്തിൽ ഉണ്ടായ ഒരു ദുസ്സാഹചര്യം, 2 പെമ്മക്കൾ അടക്കമുള്ളൊരു വീട്ടിൽ അന്നന്നത്തെ അന്നത്തിന് വകയില്ലാത്തൊരവസ്ഥ. ഇത് കേട്ടപ്പോൾ തന്നെ മനാഫിനോട് സാധിക്കുമെന്ന് തോന്നി. അതായത് മനാഫിന്റെ കൊക്കിൽ ഒതുങ്ങുന്ന സംഭവമാണ്. അത് കേട്ടപ്പോൾ തന്നെ മനാഫ് നേരെ ഉടനടി അവിടെ പോവുകയും അവർക്ക് പൈസ കൊടുക്കുകയും ചെയ്തു. ആ ഒരു വീഡിയോയും നിങ്ങൾ ഈ കാണുന്ന വീഡിയോ, ഈ ഒരു വീഡിയോ വിവാദമാകാനുള്ള ചാൻസ് നന്നായിട്ടുണ്ട്. കാരണം മനാഫ് അവിടെ പോവുകയും നേരിട്ട് അവർക്ക് സാമ്പത്തികവും അതുപോലെ തന്നെ ഈ പറഞ്ഞ സാധനങ്ങളും കൊടുക്കുകയും അതെടുത്ത് വീഡിയോ ഇടുകയും ചെയ്തു. ഇതും വിവാദമാകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. മനാഫ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് മനാഫിന്റെ നാടകം കളിയാണെന്ന് ഒരു പക്ഷേ വലിയൊരു വിഭാഗം ആൾക്കാർ പറഞ്ഞേക്കാം. പക്ഷേ മനാഫ് എന്ന് പറയുന്ന വ്യക്തി ഞാൻ മനസ്സിലാക്കുന്നത് ഇദ്ദേഹം ഒരു സിമ്പിൾ ആയിട്ടുള്ള മനുഷ്യനാണ്. കൂടുതലായിട്ട് ഇദ്ദേഹം ഇങ്ങനെ ചിന്തിച്ച് കൂട്ടി എന്താണ് തെറ്റ് എന്താണ് ശരി എന്നൊന്നും നോക്കി മനാഫ് ഒന്നും ചെയ്യുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മനാഫ് എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് അന്നേരം എന്താണ് തോന്നുന്നത് അത് അദ്ദേഹത്തെ കൊണ്ട് സാധ്യമാകുകയാണെങ്കിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും വലിയ റിസൾട്ട് കിട്ടിയത് ഈ ഈശ്വർ മൽപ്പയുടെ കുടുംബത്തിനാണ്. ഈശ്വർ മൽപ്പയുടെ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് കാണുക. 2 ലക്ഷം വരെ ഇവിടെ ചെലവായിട്ടുണ്ട് അവർക്ക്, കുട്ടിക്ക്. ആ കുട്ടിക്ക് ഇവിടെയുള്ള ഡോക്ടർമാർ 1 രൂപ എന്നോട് എടുത്തിട്ടില്ല, എല്ലാം ഫ്രീ ആയിട്ട് കൊടുത്തു. അവരുടെ ചെലവിന്റെ പൈസ എന്റെ കുട്ടിക്ക് ആക്കിയിട്ടുണ്ട്. ಅವರಿಗೆಲ್ಲರಿಗೂ ನಾನು ತುಂಬ ಹೃದಯ അതായത് ഈശ്വർ മൽപ്പയും കുടുംബം ഏതാണ്ട് 20 വർഷത്തോളമായി കുട്ടികളെയും കൊണ്ട് വളരെ ബുദ്ധിമുട്ടി. അതായത് ഈ കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കിടത്തിയാണ് കൊണ്ടുവന്നത്. താമസം നമ്മൾ കണ്ടതാണ്, കിടത്തിയാണ് കൊണ്ടുവന്നത്. ആ കുട്ടികൾ ഇതുപോലെ മൂത്തക്കുട്ടിക്ക് കുറച്ചുകൂടെ ശരിയാവാനുണ്ട്. ഇളയ കുട്ടി നല്ല രീതിയിൽ മാറ്റം വന്നിരിക്കുന്നു, വലിയ മാറ്റം വന്നിരിക്കുന്നു. എണീറ്റ് നിന്ന് ആക്ടിവിറ്റീസ് നടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. ഇതിനുവേണ്ടി ഈശ്വർ മൽപ്പ ഈ കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ മുട്ടാത്ത വാതിലുകളില്ല, പോകാത്ത ഹോസ്പിറ്റലുകളില്ല. ഒരുപക്ഷെ ഈശ്വർ മൽപ്പ മനാഫിനെ കണ്ടുമുട്ടിയത് തന്നെ ഈ ഒരു കുട്ടികളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാനായിരിക്കാം. അത് തന്നെയാണ് വഴിത്തിരിവായത്. ഇനിമേ മനാഫ് മുൻകൈ എടുത്ത് ചെയ്ത ആ ഒരു പ്രവൃത്തിയിലൂടെ റിസൾട്ട് ഉണ്ടായി. അത് തന്നെയാണ് ആത്യന്തികമായി നമ്മൾ ചിന്തിക്കേണ്ടത്. അതിന് റിസൾട്ട് ഉണ്ടായി. മാത്രമല്ല മുഴുവൻ ചെലവുകളും ഈ ഹോസ്പിറ്റലാണ് വഹിച്ചത്. 1 രൂപ പോലും ഈശ്വർ മൽപ്പയുടെ കയ്യിൽ നിന്നായില്ല. അതിനൊക്കെ മുൻകൈ എടുത്തത് നമ്മുടെ മനാഫ് തന്നെയാണ്. സോ എനിക്ക് തോന്നുന്നു മനാഫിന് ഇത്തരം കാര്യങ്ങൾ ഇനി അങ്ങോട്ട് ചെയ്യാൻ കഴിയും. സോ അതിനുവേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. എന്നെ ഈ വീഡിയോ എടുക്കുന്ന വിഷയം അദ്ദേഹം അതിനുള്ള മറുപടി പറയുന്നത്, ഇത്തരം സഹായങ്ങൾ ചെയ്ത് വീഡിയോ എടുത്ത് തന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിലൂടെ കിട്ടുന്ന വരുമാനം കൊണ്ട് വീണ്ടും ഒരാളെ സഹായിക്കുക. വീഡിയോ എടുത്താൽ പോലും ഇപ്പൊ ഈ റോഡിൽ കിടന്ന വൃദ്ധന്റെ വീഡിയോ വന്നെന്ന് പറഞ്ഞ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ച് അന്നേരം അദ്ദേഹത്തിന് ഒരു സഹായം, അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരുപക്ഷെ 3-4 ദിവസം പണിയെടുത്താൽ കിട്ടുന്ന പൈസ ഒറ്റ നിമിഷം കൊണ്ട് ഒരാൾ കൊടുക്കുമെന്ന് പറയുമ്പം ഒരാളും അദ്ദേഹത്തിന് ജീവിതത്തിൽ അങ്ങനെ കൊടുത്ത് കാണത്തില്ല, ആരും സഹായിച്ച് കാണത്തില്ല. ആ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഈ തുക കൊടുക്കുന്ന ആൾ ദൈവതുല്യനാണ്. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പൈസ പല കാര്യങ്ങൾക്കും വേണ്ടി വെറുതെ കളയുന്ന ആളുകൾ പോലും ഇത്തരം ആളുകളെ ഒന്ന് സഹായിക്കാൻ തയ്യാറാവുന്നു. ഇതുപോലെ വൃത്തൻ റോഡിൽ വീണ് നടന്നു കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യുന്ന എത്ര പേരുണ്ട്? നമ്മളിൽ എത്ര പേര് മൈൻഡ് ചെയ്യും? സോ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ മനാഫ് കാണിക്കുന്ന, വീഡിയോ എടുത്തതിലുപരി അത്തരം കാര്യങ്ങൾ ചെയ്യാൻ മനാഫ് കാണിക്കുന്ന ആ ഒരു വ്യഗ്രത, അതൊരു പോസിറ്റീവ് തന്നെയാണ്. കാരണം ഒരു മനുഷ്യന്റെ നെഗറ്റീവ് ചൂഴ്ന്നെടുത്ത് കണ്ടുപിടിക്കുന്നതിനേക്കാൾ നല്ലത് അദ്ദേഹം ചെയ്യുന്ന പോസിറ്റീവ് കാര്യങ്ങൾ അതിന് പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ളതാണ്. ഇത് പല ആളുകളും മനാഫിന്റെ നെഗറ്റീവ് എന്തുണ്ട് എന്ന് കണ്ടുപിടിച്ച് മനാഫിനെ ആക്രമിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്ന പല ആളുകളെയും കണ്ടിട്ടുണ്ട്. ഒരു 100 നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾ 1-2 നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ 1-2 നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു എന്ന് കരുതി അദ്ദേഹത്തെ വിമർശിക്കാനും ഏറിൽ കയറ്റാനും പോകേണ്ട ആവശ്യം എന്താണ്? എനിവേ മനാഫുമായി ബന്ധപ്പെട്ട് ചില വിമർശനങ്ങളൊക്കെ വന്നപ്പോൾ എനിക്കും ദുഃഖം ഉണ്ടായിരുന്നു. മനാഫിനെയൊക്കെ പൊഴുത്തി നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അത് മാറി. കാരണം മനാഫിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് റിയലൈസ് ചെയ്തു. അദ്ദേഹം അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് മാക്സിമം ആളുകൾക്ക് ഉപകാരപ്പെടട്ടെ. അതിനോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമൃത ചാനലിൽ മനാഫിനെ വിളിച്ച ആ ഒരു വീഡിയോ, അതായത് VK ബൈജു അടക്കമുള്ള ആളുകൾ ഒരുപാട് പേര് വർഗീയവാദിയാക്കി ചിത്രീകരിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തിയിരുന്നു. അവിടെയൊക്കെ ചെകിട്ടത്തിട്ടുള്ള ഒരു അടിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതായത് അമൃത ചാനലിൽ മനാഫിനെ വിളിച്ച ആ ഒരു വീഡിയോ നമുക്ക് നോക്കാം. ഒരു കാര്യം ഉറപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, അത് നേടുകയെന്ന് ഉറപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏത് ശക്തിയും നമ്മളെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല. ഞാൻ ഈ മക്കളോട് എനിക്ക് പറയാനുള്ളതാണ്, ഞാൻ ഈ കുട്ടികളെ ഒരു പരിപാടിയാണെന്ന് കേട്ടപ്പോൾ സന്തോഷത്തോടു കൂടി വന്നത്. അർജുനേട്ടൻ കുട്ടികളെ വല്ലാതെ ഇഷ്ടപ്പെട്ട ആളാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ ലോറി പൊന്തിച്ചപ്പം കിട്ടിയ കളിപ്പാട്ടം. ഇപ്പം കേരളത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മതസൗഹാർദ്ദമില്ലായ്മ. സത്യം, നമ്മൾ നഷ്ടപ്പെട്ടു പോയ മതസൗഹാർദ്ദം നമ്മൾ തിരിച്ചു പിടിച്ചു. രണ്ടാമത് നമ്മൾ കാണിച്ചു കൊടുത്ത ഒരു മാതൃകയാണ് ഒരു മുതലാളിയും ഒരു തൊഴിലാളിയും തമ്മിലുള്ള ബന്ധം എന്താണ്. ഒരു മുതലാളി ഒരു തൊഴിലാളിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എവിടെ വരെ പോകാൻ പറ്റും ലോകത്തിന് നമ്മൾ കാണിച്ചു കൊടുത്തു ഈ ഒരു
ഈ ഒരു സന്ദർഭത്തിൽ. മൂന്നാമത് നമ്മൾ ഒരു വേർഡാ, വളരെ ചെറിയ വേർഡാ. ആ വേർഡ് വളരെ സിമ്പിളാ കേൾക്കാൻ. വാക്ക്, ഒരു പ്രോമിസ്. അത് പാലിക്കാൻ ഒടുക്കത്തെ ബുദ്ധിമുട്ടാ. ആ വേർഡ് നിങ്ങൾക്ക് പാലിക്കാൻ കഴിയില്ലെങ്കിൽ ഒരിക്കലും ഉപയോഗിക്കരുത് ആ വേർഡ്. ഞാനും നമ്മളെ സംഘവും ആ വേർഡ് പാലിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരുപാട് കഷ്ടപ്പെട്ട് 72 ദിവസം, നമ്മളെ സംബന്ധിച്ചിടത്തോളം 72 കൊല്ലം അങ്ങനെ തോന്നിപ്പോയത്. ഇത് ഈ ഒരു പ്രവൃത്തി തീർച്ചയായും കൈയടിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം മനാഫിനെ പോലുള്ള ഒരു വ്യക്തി ഇത്രയും അധികം വർഗീയവാദികൾ മനാഫിനെ ആക്രമിക്കുന്ന ഒരു വേളയിൽ മനാഫിനെ പോലുള്ള ഒരാളെ വിളിച്ച് ആദരിക്കാൻ അമൃത ചാനൽ കാണിച്ച് തീർച്ചയായും കയ്യടി അറിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. വർഗീയവാദികളായിട്ടുള്ള ആളുകളുടെ കണ്ണ് തുറപ്പിക്കാൻ ഇതിന് കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. എനിവേ, മനാഫിന് അദ്ദേഹത്തിന്റെ സൽപ്രവർത്തികൾ തുടരാൻ സാധിക്കട്ടെ. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.